പൂരുട്ടാതി പിറന്ന ഉത്തമ പുരുഷൻ. അല്ല, പൂരുട്ടാതി എന്നുള്ള മകൻ പറഞ്ഞിരുന്നത്. അതെ, പൂരിട്ടാതി മുക്കാഴി, ഉത്തട്ടാതി കാഴി. ഞാൻ ഒന്ന് കുറിച്ചോട്ടെ. അല്ല, താനെന്തിനാ എപ്പോഴെപ്പോഴും ഇങ്ങനെ കുറിച്ചെടുക്കണത്? തന്റെ പേര് കുറുപ്പെന്നാണോ? അല്ലല്ല, കുറുപ്പല്ല, മേന്ന. ആ മേന്നെ എന്റെ മോനോട് പറഞ്ഞേക്ക്, ഞാൻ ഉടനെ അങ്ങോട്ട് വരുന്നുണ്ടെന്ന്. ആളറിയാതിരിക്കാൻ ഇതുപകരിക്കും. ഇത് വെച്ചാ മണിവർണ്ണനാണെന്നേ തോന്നുന്നു. എന്താ സംഭവിച്ചത്? ഉണരൂ വേഗം നീ സുമറാണി വരുന്നു നായകൻ. ഇത്ര അടികൊണ്ടിട്ടാൻ പോയില്ലേ? നിങ്ങൾ അച്ഛനും മോനും എന്താ ഈ മുറിയില്? നിന്നെ കാത്തിരുന്ന ഹരിചന്ദ്രൻ, തീഹാർ ജയിലിൽ നിന്നിറങ്ങിയ പെരുങ്കള്ളൻ, ഒപ്പം തന്തയായ വേഷം മാറിയ മറ്റൊരു കള്ളൻ. എല്ലാം എനിക്ക് മനസ്സിലായി. നിന്റെ എല്ലാ കള്ളങ്ങളും സൂര്യ അറിയണം. ഞാൻ വെച്ച് തീഹാർ ടീ എസ്റ്റേറ്റ് അടി കൊണ്ടിട്ട് പിന്മാറുന്നില്ലേ? ഇത്ര അടി കൊണ്ടിട്ട് ഇവന് നാണില്ലല്ലോ. അതൊന്ന് മുറി കയറുന്ന വാശിയാണ്. എന്നാലും പിടിച്ചടാ. അയ്യോ പാവം, കൊതുക് കടിക്കണ്ട. അയ്യോ അയ്യോ കള്ളൻ കള്ളൻ! അയ്യോ അയ്യോ ഓടി വരണേ കള്ളൻ! ടിവിയിലായിരിക്കും. ടി വി ഓഫ് ചെയ്ത് കിടന്ന് ഉറങ്ങണത്. എന്തത്? ഇതെന്താ ഇത്? വിസലല്ലേ ഇത്? കറക്റ്റ് സീന്. എന്നാ പിടിച്ചോ. ബെഡ്റൂമിൽ വന്ന കള്ളൻ എന്ത് ചെയ്തു? തന്നെയൊക്കെ ആൾക്കാരായിട്ട് നിർത്തിയിരിക്കുന്നത്. പോയി കള്ളനെ പിടിക്കണോ? എല്ലാരും കിടന്നു തുടങ്ങിയേ. ഓളകത്തേക്ക് പോയിക്കോ. ഇത് സൂര്യയോ? അതെ. അപ്പൊ അത് ഇത് ചന്ദ്രിക. അപ്പൊ ഇത് സൂര്യ. അപ്പൊ അത് എടോ, വെറുതെ ഞെട്ടണ്ട. ഫ്രോഡായിട്ട് നടന്നാ പോരാ, പണി പഠിക്കണം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. സൂര്യ ചന്ദ്രിക. കൺഫ്യൂഷൻ. ചന്ദ്രികയെങ്കിൽ ചന്ദ്രിക. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഈ അടി ഇതെവിടെ നിന്ന് വന്നു? ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. मैं आने के रस्ते पर गिर गया. ഇപ്പൊ മർഗയ ആകേണ്ടതായിരുന്നു. കുച്ചനായി തറയിലൊന്ന് വീണു, തലയൊന്ന് പൊട്ടി, അത്രയേ ഉള്ളൂ. തറയിൽ വീണെന്ന്. പങ്കായം പങ്കായം. ഓക്കെ, എനിക്ക് ഡോക്ടറെ കാണണം. കൊച്ചിനെ സ്ട്രോങ് തലയാ, അല്ലെങ്കിൽ പൊളിഞ്ഞേ. ഭയങ്കര. ഇവനും എന്റെ മോളെ. എന്തുപറ്റി? കഥകിലും തട്ടി. വേദനയുണ്ടോ? ഏയ്, വേദന മുഴുവൻ പെണ്ണിന്റെ തന്തയ്ക്കാ. ഇവിടെയും തല പൊട്ടിയിട്ടുണ്ടല്ലോ. എന്തത്? അത് ഇന്നലെ എന്താന്നറിയില്ല, ഒരു കുരു വന്നതാ, ഇന്ന് രാവിലെ പൊട്ടി.
ഈ കിളവനും എന്റെ മോളെ. മോനെ ഇത് കഥയിലും തട്ടി. അല്ല ഡോക്ടറെ കാണിച്ചോ? കാണിച്ചു. ഇവിടെ അടുത്തുള്ളൊരു ഡോക്ടറെ കാണിച്ചു. ഞാൻ പൊട്ടിച്ചേരാടോ നിന്റെ. ഞാൻ ഇവിടെ തന്നെയാണല്ലോ സ്ഥിരം താമസിക്കണത്. അപ്പൊ ദിവസം പോയി ഡ്രസ് ചെയ്യാലോ. അത് പറഞ്ഞു വന്നപ്പോഴാ ഓർമ്മ വന്നത്. അങ്കിൾ, പപ്പാക്ക് ഇവിടെ താമസിക്കാൻ ഒരു ബുദ്ധിമുട്ട്. ഈ കല്യാണത്തിന് മുമ്പ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. എന്താ തുറന്നു പറഞ്ഞാൽ എന്താ? അന്യനൊന്നും അല്ലല്ലോ. പപ്പ വലിയ അഭിമാനിയാ. എന്നാ ഒരു കാര്യം ചെയ്യാം, നമുക്കിവിടെ ഹോട്ടലിൽ ഒരു റൂം. സാധിക്കരുത്. എന്റെ മോള് സൂര്യനെ പിരിയുടെ കാര്യം ഓർക്കുമ്പോഴായിരിക്കും ദുഃഖം. ആ കാര്യം ഓർത്തിട്ടാ എനിക്കും ദുഃഖം. മോനെ പപ്പ, അത് നിങ്ങൾ തമ്മിൽ തർക്കിക്കണ്ട, അതിനുള്ള മാർഗം ഞാൻ കണ്ടിട്ടുണ്ട്. രാം സിംഗ്, മോനെ ആ കൂർക്കട തലയിലോട്ട് കെട്ടി. എടോ താൻ ഈ സാറിനെ നമ്മുടെ ഹോട്ടലിൽ കൊണ്ടുപോയാക്കണം. എന്റെ റിലേറ്റീവ് ആണെന്ന് പറഞ്ഞാൽ മതി. ജി സാബ്, ഒരു MBA-കാരന്റെ ഗതികേട്. എന്റെ ഈശ്വര, എന്റെ മോളെ ക്യാരക്ടർ ഇത്ര മോശമായി പോയോ? പെണ്ണ് പേരറിഞ്ഞ് ഉടനെ പിടിച്ച് കെട്ടിക്കണം. എന്തോ വെച്ചിടോ നായരെ? അല്ല, അതെ, ഒന്ന് ഓർത്ത്. അച്ഛൻ ഓർത്ത കാര്യം ആരോർത്താലും കരഞ്ഞു. ഒന്ന് കുറിച്ചോട്ടെ. എഴുതിയില്ലേ? നിന്റെ അമ്മയുടെ ഒരു കുറിപ്പ് എന്റെ ഒരു ഗതികേട്. AC റൂമിലിരുന്ന് വെറുതെ ഫയൽ ഒപ്പിട്ട് 10,000 ചില്ലുവാനം രൂപ സാലറി വാങ്ങേണ്ടവനാ ഞാൻ. ഊർക്കൊക്കെ എവിടെ നിന്നാടോ 10,000 രൂപ ശമ്പളം? ഞാനൊരു സത്യം പറയാം, പുറത്ത് പറഞ്ഞാൽ ഈ ഉള്ള പണിയും കൂടെ പോവും. ഞാനൊരു MBA-കാരനാണ് സാർ. MBA-കാരനോ? ഉവ്വ്. തന്റെ പേരെന്താ? രമേശ് നമ്പ്യാർ. എന്റെ സർട്ടിഫിക്കറ്റുകൾ അടങ്ങിയ പെട്ടി ഏതോ ഒരു തെണ്ടി പട്ടി കശ്മലൻ മോഷ്ടിച്ചോണ്ട് പോയി. സാറിന്റെ ഈ മീശയും താടിയും ഒക്കെ വടിച്ചു കളഞ്ഞാൽ അതുപോലെ ഇരിക്കും ആ കള്ളൻ. ഇനി ഈ നരച്ച താടി മീശ മാറ്റണ പ്രശ്നമില്ല. സാറെന്താ ആലോചിക്കുന്നേ? അല്ല, തന്റെ ഒരേ ഗതികേട് ഓർത്തിട്ട്. ഡോൺ ക്രൈ. ഓ ദേഖോ, പകടോ ഉസേ, പകടോ. അയ്യോ, യവന്മാർ ഇനിയും പോയില്ലേ അവിടുന്ന്? പകടോ, കോൾ ദ പോലീസ്. ये तुम्हारा कुर्का है? चलो. എന്തിനാടോ താനീ വലിയ കടാരം തൂക്കിട്ടോണ്ട് നടക്കണത്? എടുത്ത് വിചാരില്ലേ? എന്റെ പൊന്ന് സാറേ, ഞാനൊരു പാവ. വെട്ടും കുത്തും നടത്തി യാതൊരു പരിചയം. അവരെന്തിനാ തന്നെ തല്ലിയത്? അത് തിരി കാശിന്റെ കഥയാ. ആ. സാറിന് പണത്തിനോട് ഒത്തിരി ആർത്തിയില്ലെങ്കിൽ ഞാൻ പറയാം. ഇവിടെ സാറേ, കാലമാടന്മാര് കുഴൽപ്പണക്കാരാ. ആലിബാബ എന്ന് പേരുള്ള ഏതോ ഒരു ഹിന്ദിക്കാരനെ തിരക്കി എത്തിയവരാ. ആലിബാബയോ? അതെ, അവർക്ക് അയാളെ കണ്ടാൽ അറിയില്ല, കയ്യിലൊരു ഫോട്ടോ പോലും ഇല്ല. ആളെ നേരിട്ട് കണ്ട് 10 ലക്ഷം രൂപ ഏൽപ്പിക്കാനാണ് അവര് വന്നത്. അപ്പൊ ആ 10 ലക്ഷം കിട്ടുന്ന കരുതിയാണ് ആ ഹരിചന്ദ്രൻ ആലിബാബയായി വേഷം കെട്ടി അവിടെ ഇരിക്കണത്. സാർ സാർ എന്താ സാർ 10 ലക്ഷം എന്ന് കേട്ടപ്പോ ശ്വാസം പോയോ? ഒന്നുമില്ല. എന്നിട്ട് ആ, ആളെ അവര് കണ്ടിട്ടില്ല എന്ന് മനസ്സിലായപ്പോ ഞാൻ വെറുതെ ഒരു രസത്തിന് ആലിബാബയായിട്ട് വേഷം മാറി അവിടെ ചെന്നു. അവരെടുത്തിട്ട് പെരിക്കുകയും ചെയ്തു. എന്തിനാ പെരിക്കിയത്? ആ വെന്തിരാളന്മാർക്ക് ആലിബാബയെ തിരിച്ചറിയാനുള്ള ഒരു കോഡ് ഉണ്ടായിരുന്നു, അതെനിക്ക് അറിയില്ലായിരുന്നു. അടി കിട്ടിയതോടെ ഞാനത് പഠിച്ച്. എന്ത് കോഡ്? അവരുടെ മുമ്പിൽ ചെല്ലുമ്പോ തും കോൻ ഹേയ് എന്നവര് ചോദിക്കും. മേ ആലിബാബ ഹും എന്ന് മറുപടി പറയണം. അപ്പൊ അവര് ചെവുക്കുറ്റി നോക്കി ഒരെണ്ണം തരും. സാറ് കാര്യമായിട്ട് എടുക്കരുത്, തിരിച്ച് 2 എണ്ണം അങ്ങോട്ടും കൊടുക്കണം. അതോടെ കോഡ് തീരും. പിന്നെ എല്ലാം സാറിന്റെ ഭാഗ്യം പോലെ ഇരിക്കും. बोलो. कौन है बे? मैं आली बाबा हूँ. आली बाबा मार. रुक रुक रुक. तुम्हारा कोट ठीक है, ये लो मेरा कोट. अयो अयो, लड़की छोड़ेगा नहीं साले को. पकड़ो यार, आली बाबा ने जाता मारे. अयो साले को. अयो 10 ലക്ഷം മേടിക്കാൻ ആള് ബാക്കി ഉണ്ടാവില്ല. അയ്യോ 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 അയ്യോ. അയാൾക്ക് 10 ലക്ഷവും കിട്ടി, 19 അടി താഴ്ചയിലേക്കും പോയി. ആഴം കൂടുതലാണെങ്കിലും വെള്ളം കുറവാ. വയസ്സനായതുകൊണ്ട് ചത്തുപോയി കാണും. നമ്പ്യാർ സാറേ, എന്താ? ഓ അനക്കമുണ്ട്. കിട്ടിയതിൽ പാതി എനിക്ക് തരില്ല എന്ന് ഉറപ്പ് പറഞ്ഞാൽ ഞാൻ രക്ഷപ്പെടുത്താം. രക്ഷിക്കണേ. ഞാൻ ഈ കയറങ്ങോട്ടിട്ട് തരാം, മുറുകെ പിടിച്ചോണം.
അയ്യോ മോനെ കയറ് വേഗം പിടിച്ചോ നോക്കി വലിക്കുക അയ്യോ എന്താ നിർത്തിയത് ചുമക്കുക താങ്ക് യു ഇറ്റ്സ് ഓൾ റൈറ്റ്. നീയോ ഡൽഹിയിൽ വെച്ച് എന്റെ പെട്ടി അടിച്ചോണ്ട് പോയതല്ലേ നീ? അയ്യോ MBA-കാരനായി എന്നെ നീ ഗൂർക്കയാക്കിയ തെണ്ടി, എന്റെ ജീവിതം കുളം തോണ്ടിയ പട്ടി, നീ രക്ഷപ്പെടണ്ടാ. നീ കിണറ്റിൽ തന്നെ കിടന്നോടാ.